നിങ്ങളുടെ ഭർത്താവ് കോടതി വരാറുണ്ടോ? കോടതിയിലൊക്കെ വരാറുണ്ട്. പോസ്റ്റും വരാറുണ്ട്, കോടതിയിൽ വരാറുണ്ട്. ഇപ്പൊ വരില്ല, ആദ്യമൊക്കെ വരാറുണ്ട്. എന്താണ് പിന്നെ സുജമോൾ എന്താ ആഗ്രഹിക്കുന്നത് ഇതിനകത്ത്? എന്താണ് ഈ 12 വർഷം കൊണ്ട് കുഞ്ഞിനെ നോക്കുകയോ സ്നേഹിക്കുകയോ ഇന്നുവരൊന്ന് വിളിച്ചിട്ടോ അതിനും അറിയത്തില്ല, അദ്ദേഹത്തിനും അറിയത്തില്ല. ഇത്രയും വർഷത്തിനുള്ളിൽ ഇനി ഞങ്ങൾ എങ്ങനെ പൊരുത്തപ്പെട്ടു പോകാനാ മാഡം? ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കാൻ പറ്റൂലേ? വാടകയ്ക്ക് എടുത്ത് ഞങ്ങളെ അന്വേഷിക്കുന്ന ഞങ്ങൾക്ക് ഉറപ്പ് വരണം മാഡം. കാരണം ഇത്രയും വർഷം കണ്ട് എനിക്ക് ഏറെ ബാധ്യതകളുമുണ്ട്. ഞങ്ങളെ അന്വേഷിക്കുന്ന ഞങ്ങൾക്ക് ഉറപ്പില്ല. കാരണം ഇദ്ദേഹത്തിനെ ഞാൻ മനസ്സിലാക്കിയതാ. എനിക്ക് പണക്കമൊന്നുമില്ല, ജീവിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വിളിക്കുന്നിടത്ത് ഞാൻ പോകാൻ തയ്യാറല്ല. എനിക്ക് ഇത്രയും വർഷം ഏതായാലും ഞാൻ എൻ്റെ കുഞ്ഞിനെ തിരക്കാഞ്ഞിട്ട് പോലും ഞാൻ വളർത്തിയില്ലേ. അല്ല, നമ്മുടെ നിലപാട് കറക്റ്റായിരിക്കണം. ഇപ്പോൾ സുജമോൾ ഒരു തീരുമാനം എടുത്തു കൊണ്ടുവന്നിട്ട് അതിലേക്ക് പിന്നെ നമുക്ക് ഒരു തീർപ്പ് പറയുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. സുജമോൾ പറയുന്നതിനകത്താണ് ന്യായം 100%, അതിനുവേണ്ടി തന്നെയായിരിക്കും നമ്മൾ വാദിക്കുന്നത്. പക്ഷെ അതിനകത്ത് 100% ന്യായമുണ്ടെന്ന് നമുക്ക് തോന്നണം. പിന്നെ അപ്പച്ചി, അച്ഛൻ്റെ പെങ്ങള്, അപ്പച്ചിനെ വിളിക്കുക. അച്ഛൻ്റെ പെങ്ങൾക്ക് മക്കളില്ല, ഭർത്താവില്ല. 10-15 വർഷമായിട്ട് അവരെ സംരക്ഷിക്കുന്നത് ഞാനാണ്. ഇപ്പോൾ ഒരു 5 സെൻറ്റ് സ്ഥലവും പോരാ, എനിക്ക് വീടില്ലാത്തതുകൊണ്ട് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ജീവിക്കത്തില്ല എന്നുള്ള ആ ഒരു അവസ്ഥ വന്നപ്പോൾ 5 സെൻറ്റ് സ്ഥലവും പേരെയും കൂടെ അവരുടെ പേരുള്ളത് എൻ്റെ പേരിൽ എഴുതി വെച്ചിട്ട് ഇന്നിപ്പോൾ എന്നെ അന്വേഷിച്ച് വന്ന മേഡത്തിനോട് വരെ പറഞ്ഞു വെച്ചാൽ അവൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കൂടെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് സന്തോഷമായിട്ട് താമസിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവർ മരിക്കും വരെ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അപ്പൊ ആ വസ്തു ശ്യാംകുമാറിന്റെ പേരിൽ എഴുതി തന്നു. 5 സെൻറ്റ് സ്ഥലവും വീടും എഴുതി തന്നു. എന്തെങ്കിലും ഒരു അസൗകര്യം ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നമ്മൾ അത് ഡെവലപ്പ് ചെയ്തെടുത്താൽ നമ്മുടെ സൗകര്യാർത്ഥമാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ അതിനിടയ്ക്ക് കേസും വഴക്കും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് പിന്നെ അതെല്ലാം അവിടെ മുടിഞ്ഞ പോലെയായി. പിന്നെ ഇപ്പോൾ ഈ അപ്പച്ചി തള്ളക്കെന്ന് വെച്ചാൽ 2 കണ്ണും കാണൂല. ചോറൊക്കെ വെച്ച് കൊടുത്താൽ കൈ പിടിച്ച് പതാകത്ത് വെച്ച് കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇവിടെ അതിനകത്ത് മനസ്സിലാകാത്തൊരു കാര്യം, നിങ്ങളത് ഇദ്ദേഹം 28-ന് പോയിട്ട് പിന്നെ അവരുടെ വീട്ടുകാർ വന്ന് വിളിച്ചു. ഇദ്ദേഹം വരാതെ പെട്ടെന്ന് വന്ന് വിളിച്ചത് കൊണ്ട് അച്ഛൻ വിട്ടില്ല. പിന്നെ കരയോഗം ഇടപെട്ട് നിങ്ങളെ വീട്ടിൽ പോയി താമസിച്ചു. അപ്പോഴാണോ ഈ സംഗതികൾ? മോന് 1.5 വയസ്സാകുന്നു. അപ്പോൾ അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലാത്തത് ഈ കുഞ്ഞിന് ഒന്നും എവിടൊക്കെ ഒരു ലിങ്ക് കിട്ടുന്നില്ലല്ലോ. 1.5 വയസ്സാകുന്നില്ല, അതിന് മുമ്പേ പ്രഗ്നന്റ് ആയി. അവിടെ വിളിച്ചോണ്ട് പോയ ആ ടൈമിലാണ് ആകുന്നത്. അതെ, എന്ന് പറഞ്ഞാൽ ഒരു ഒന്നിച്ച് താമസിച്ച് പ്രഗ്നന്റായി അബോർട്ട് ചെയ്യുന്ന ഒരു സമയമില്ലേ അത്? നിങ്ങൾ കുറച്ചു മുമ്പേ പറഞ്ഞു 1 മാസം താമസിച്ചു. 1 മാസം ഒന്നും താമസിച്ചില്ല, കുറച്ചു ദിവസം താമസിച്ചിട്ട് പോയി, പിന്നെ വന്നില്ല. 1 മാസം താമസിച്ചില്ല മാഡം. പിന്നെ ഈ ഇതില്ലേ സ്ലിപ്പ്, അത് ആണ് ഹാജരാക്കിയിട്ടുണ്ട്. അപ്പൊ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞോട്ടെ, എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾ പൈസ കൊടുത്തെന്നിരിക്കട്ടെ, പൈസ മാത്രം മതിയോ ഭാര്യ? പോരാ, സംരക്ഷണം വേണം, സ്നേഹം വേണം, എല്ലാം വേണം. അതെന്റെ കൂടെ ഒരു കുഞ്ഞായി. അതെ, അവരെ ഒന്ന് നോക്കുവോ, കാണുവോ, എന്റെ കൂടെ അതൊക്കെ ഒരു പെണ്ണ് ആഗ്രഹിക്കുന്ന കാര്യമല്ലേ? അതെയാണ്. അതുപോലെ ആഗ്രഹങ്ങൾ എനിക്കും ഇല്ല. എന്റെ ഭാര്യ എന്റെ കൂടെ എന്തുകൊണ്ട് ചെന്നില്ല? എവിടെ ചെന്നില്ല? ഭാര്യയുടെ അടുത്ത്. ഭാര്യ എന്റെ കൂടെ എന്റെ വീട്ടിൽ വന്ന് താമസിക്കാതെ ഭാര്യയോട് എടുത്ത് ഭാര്യ പോകുന്നിടത്തല്ല എനിക്ക് പോകാൻ പറ്റുമോ? ഭാര്യ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ലല്ലോ. വീട് സ്വന്തമായിട്ട് ഇപ്പൊ ഉണ്ട്. ഇപ്പോഴല്ലേ? അന്നത്തെ കാര്യം പറ. അന്ന് എന്റെ തറവാട്ടിൽ, എന്റെ കുടുംബ വീട്ടിൽ. അന്ന് അവിടെ ആരൊക്കെ താമസമുണ്ട്? എന്റെ അനുജനും ഭാര്യ. അപ്പൊ അവിടെ താമസിക്കുന്നത് ഇവർക്ക് ബുദ്ധിമുട്ടായി തോന്നി. അതിപ്പോ നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റൊരു ബന്ധുവാണെങ്കിലും നിങ്ങൾ നോക്കേണ്ട ബാധ്യതയുണ്ട്. നിങ്ങൾക്ക് നോക്കാം. പക്ഷെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച മറ്റാണ് അവിടെ ചെന്നതാണല്ലോ പറയുന്നത്, ആ വീട്ടില്, അപ്പച്ചയുടെ വീട്ടില്. ഞാൻ പണിക്ക് പോകും. പണിക്ക് പോകും. ഈ 12 കൊല്ലം നിങ്ങൾ പണിക്ക് പോയിരുന്നേതോ? എവിടെ 12 കൊല്ലം? ഇവരെ കല്യാണം കഴിച്ചിട്ട് 12 കൊല്ലം ആയില്ലേ? ആയി. പണിക്ക് പോയി പോകും, പണിക്ക് പോകും വരും, പണിക്ക് പോകും വരും. പിന്നെ ബാക്കി കേസിനും പോകും. പിന്നെ അല്ല ശ്യാംകുമാർ, നിങ്ങൾക്ക് വീടില്ലാതിരുന്ന ഒരവസ്ഥയെ തീർച്ചയായിട്ടും അവരുടെ വീട്ടുകാർ കൊണ്ടുപോയി, അവരെ കൈയൊഴിയാതെ കൊണ്ടുപോയി അവരുടെ വസ്തുവിൽ ഒരു പെരയും കെട്ടിക്കൊടുത്ത കൊച്ചിനെ വെച്ച് അവരെ സംരക്ഷിച്ചവരാണ്. എവിടെ വെച്ച് സ്കൂളിൽ പോയിട്ട് ഈ കേസും വഴക്കൊക്കെ ആയതുകൊണ്ട് കുഞ്ഞിനെ കാണാൻ ചെന്നിട്ട് ഇവർ കാണിച്ചില്ലെങ്കിൽ കേസ് പിന്നെ ഈ കല്യാണം കഴിച്ചു കുട്ടിയായി 2 വർഷം കഴിഞ്ഞപ്പം കൊണ്ട് കേസൊക്കെ കൊടുത്തു. എനിക്ക് ഓർമ്മക്കുറവുണ്ട് ഇപ്പൊ എന്റെ പേരിൽ. അതായത് ഡേറ്റ് ഒന്നും പറയാൻ കഴിയില്ല. എത്ര നാളായി കേസ് കൊടുത്തിട്ട്? ഈ SNDP എന്നെല്ലാം ഞങ്ങളെ വിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും പ്രഗ്നന്റ് ആയെന്നൊക്കെ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും കുറെ നാൾ കഴിഞ്ഞിട്ട് ശേഷമാണ്. കൊച്ചിന് 4-5 വയസ്സായോ? അപ്പം 4 വയസ്സായില്ല, മോനൊരു 2-2.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കൊണ്ട് കൊടുത്തു കേസ്. അപ്പം മുതലുള്ള കേസാ.